ദേവശില്പിയായ സാക്ഷാൽ വിശ്വകർമാവിനെ വിശ്വക്സേനൻ വണങ്ങുന്നു. അമരപ്രഭുവും ആദികാരണനുമായ സാക്ഷാൽ നാരായണന്റെ അംശമായ വിശ്വക്സേനന് വിശ്വകർമാവിന്റെ സവിധത്തിലേക്ക് സ്വാഗതം. ഭവാനോടൊപ്പമുള്ള ഈ മനുഷ്യനാരാണ്? ഇത് വിഷ്ണുത്തരൻ, ഭഗവാൻ നാരായണന്റെ സവിശേഷ പ്രീതിക്ക് പാത്രമായ ഭൂവാസി. അതെയോ? നന്നായി. പ്രണാമം നരോത്തമ. പ്രണാമം ഭഗവാനെ. പറഞ്ഞാലും വിശ്വക്സേനരെ, എന്താണ് അവിടുത്തെ ആഗമനോദ്ദേശം? പറയാം. ഭഗവാൻ നാരായണന്റെ നിയോഗമനുസരിച്ച് വന്നതാണ് നാം. 3 ലോകങ്ങളിലും ഖ്യാതി കൈവരിച്ച സവിശേഷമായ ഒരു ദേവാലയമുണ്ട് ഭൂമിയിൽ. തെക്കൻ സമുദ്രതീരത്ത് അനന്തപുരം എന്ന് ഖ്യാതി നേടിയ ആ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിന്റെ പുനഃസൃഷ്ടിയാണ് ഭഗവാന്റെ ഇംഗിതം. ആ പുനഃസൃഷ്ടിക്ക് ഭഗവാൻ തന്നെ സ്വയം നിയോഗിച്ച ജ്ഞാനിയാണ് ഈ വിഷ്ണുത്തരൻ. ഭൂവാസിയായ ഈ നരോത്തമന്റെ ജ്ഞാനം അതിന് പര്യാപ്തമല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഭഗവാൻ വിഷ്ണുത്തരനെ അങ്ങയുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നാം എന്ത് ചെയ്യണമെന്നാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്? നാമസങ്കീർത്തനം കൊണ്ട് തന്നെ ഭക്തന് മുക്തി ലഭിക്കണമെന്നാണ് ഭഗവാന്റെ ഹിതം. അങ്ങേക്കും അതറിവുള്ളതല്ലേ? അതെ അതെ. അതുകൊണ്ട് തന്നെ അനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വിശിഷ്ട ദേവാലയം പുതുക്കി പണിയുമ്പോൾ ആ ക്ഷേത്ര സാന്നിധ്യം തന്നെ രാജ്യത്തിന് ശ്രേയസ് ഉയർത്തുന്ന മട്ടിൽ ഐശ്വര്യ സമ്പൂർണമാകണം എന്നവിടുന്ന് ആഗ്രഹിക്കുന്നു. ആ മട്ടിൽ ഒരു സമ്പൂർണ്ണ നിർമ്മിതിക്ക് അങ്ങയുടെ നിർദ്ദേശം അനിവാര്യമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വന്നത്. നന്നായി. ഭഗവാന്റെ ഹിതം അതാണെങ്കിൽ അത് സംഭവിക്കും. നാരായണ. വിഷ്ണുത്തര, പറഞ്ഞാലും ഭഗവാനെ. ഇതാ, ഇതിൽ ക്ഷേത്രത്തിന്റെ രൂപഘടന ആലേഖനം ചെയ്തിട്ടുണ്ട്. കൊണ്ടുപോയിക്കൊള്ളൂ. ഇതിലുള്ളത് നീ ആവിഷ്കരിക്കുക. ഇതിലില്ലാത്ത കാര്യങ്ങൾ ഉചിതമായ സമയത്ത് നിന്റെ മനോമുകുരത്തിൽ തെളിഞ്ഞുകൊള്ളും. മഹാപ്രളയം വരെയും ഭക്തരക്ഷയ്ക്കുതകുന്ന മട്ടിൽ ഭഗവാന്റെ ദേവാലയം പണിയുക. ദേവ, അടിയന്റെ ജന്മം സഫലമായി. മടങ്ങിക്കൊള്ളുക. ആ ചത്തുരത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഭക്തന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും അലിയിച്ചു കളയുന്ന മട്ടിൽ ഒരു ദേവാലയം പണിയുക. തീർച്ചയായും ദേവ. അയ്യോ, പോയി, പറന്നുപോയി. എന്താ? എന്തു പറ്റി? എന്താ? ഒരു സ്വപ്നം. എന്ത് സ്വപ്നം? ജീവിത സാക്ഷാത്കാരം തരുന്നൊരു സ്വപ്നം. ജീവിത സാക്ഷാത്കാരം തരുന്ന സ്വപ്നോ? അതെന്താ അത്ര വലിയ സ്വപ്നം? പറയ്, ഞാനോടൊന്ന് അറിയട്ടെ. വൈകുണ്ഠത്ത് പോയി. എന്നിട്ട് ഭഗവാനെ കണ്ടു. ഭഗവാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പുതുക്കി പണിയാൻ എന്നെ നിയോഗിച്ചു. നല്ല കാര്യായി. ഒന്ന് തൊഴാൻ ചെന്നിട്ട് അവരകത്തേക്ക് കടത്തിവിട്ടില്ല. അങ്ങനെയുള്ള അവര് ഇനി അമ്പലം പുതുക്കി പണിയാൻ ഇദ്ദേഹത്തെ വിളിക്കണോ? ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കൂ. ഇനിയിപ്പൊ കട്ടിൽ കിടക്കണ്ട, അവിടെ ആ പായി കിടക്കാം. വരൂ.
ഉറക്കത്തിൽ നിന്നാണ് ഉരുണ്ട് വീണ് കയ്യും കാലും ഓടിക്കണ എന്തിനാ? വരൂ. ജയന്തി, ഇരിക്കെ. നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല സംഭവിച്ചത്. ഭഗവാനെയും ലക്ഷ്മി ഭഗവതിയെയും ഞാൻ വ്യക്തമായി കണ്ടു. അവരെന്നോട് വളരെ വ്യക്തമായി സംസാരിച്ചു. വിശ്വക്സേനാണ് എന്നെ വിശ്വകർമാവിന്റെ അടുത്ത് കൊണ്ടുപോയത്. അപ്പൊ വിശ്വകർമാവിനെയും കണ്ടു? കണ്ടെന്ന് മാത്രമല്ല, ദേവശില്പി എനിക്ക് ക്ഷേത്ര നിർമ്മാണത്തിനുള്ള രൂപരേഖയും തന്നു. എന്നിട്ടത് എവിടെ? മടങ്ങി വരുന്ന വഴിക്ക് അത് കൈവിട്ടുപോയി. അത് പിടിക്കാൻ വേണ്ടി ചാടി എഴുന്നേറ്റതാ ഞാൻ. അപ്പൊ ആകാശത്തുനിന്ന് ചാടിയ ചാട്ടമായിരുന്നു. ഇപ്പൊ കട്ടിലിന്ന് വീണാന താഴേക്ക്. ഇദ്ദേഹം ഇതുമൊക്കെ പറഞ്ഞോണ്ടങ്ങ് കൊട്ടാരത്തിലേക്ക് ചെല്ല്. അവരോടിച്ചിട്ട് പിടിച്ച് കരമ്മനെ ആറ്റിൽ കെട്ടിത്താഴ്ത്തു. നീ ചിരിക്കണ്ട. ഭഗവാന്റെ നിയോഗമാണെങ്കിൽ അത് നടക്കും. ഏത് വഴിയിലൂടെയാണെങ്കിലും അവർ തേടി തിരഞ്ഞു വരും. നീ നോക്കിക്കോ. വരട്ടെ. എന്നിട്ട് ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ അമ്പലം ഉയരട്ടെ. ഭഗവാനെ ശ്രീ പത്മനാഭ. നേരം വെളുക്കാറായി തോന്നണു. ഭഗവാനെ പത്മനാഭ, നാരായണ, ഞാൻ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഭഗവാനെ. മാർത്താണ്ഡന്റെ കൊച്ചുമണി തങ്ക വളർന്നു വലിയ പെണ്ണായിരിക്കുന്നു. തമ്പുരാനും ആളാകെ മാറിയിരിക്കുന്നു. മധുര നായ്ക്കന്മാരെടുത്ത് പഠിപ്പിന് പോയ തമ്പുരാനല്ല ഈ കാണുന്ന തമ്പുരാൻ. ഭാഗീരഥി നിൽക്കൂ. വിവരം തങ്ക അറിഞ്ഞിരുന്നില്ലേ? അമ്മാവന്റെ അറയിൽ തങ്ക ഉണ്ടാവുമെന്ന് നാം പ്രതീക്ഷിച്ചു. തമ്പുരാൻ വന്നതറിഞ്ഞു. പിന്നെ ഞാനൊരു പെണ്ണല്ലേ തമ്പുരാനെ. പെണ്ണിന്റെ വളർച്ചയ്ക്കൊപ്പം അവൾക്ക് നേരെയുള്ള വിലക്കുകളും വളരും. ആ വിലക്കുകൾ അവളെ ചങ്ങല പോലെ ബന്ധിക്കും. പക്ഷേ എന്റെ കൊച്ചുമണി തങ്കയ്ക്ക് നമ്മെ കാണുന്നതിൽ വിലക്ക് വരേണ്ട കാര്യമില്ലല്ലോ. മാർത്താണ്ഡൻ തങ്കയുടേതാണെന്നും തങ്ക മാർത്താണ്ഡന്റേതാണെന്നും കൊച്ചുനാൾ മുതൽ ഉറപ്പിച്ചിട്ടുള്ളതല്ലേ? കൊച്ചുനാളിലെ ഉറപ്പുകൾക്ക് വളരുമ്പോൾ ഇളക്കം തട്ടാൻ തമ്പുരാനെ. അതാണ് തങ്കയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ദുഃഖം. തങ്ക പറയുന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. ഇടയ്ക്ക് ചില കാലങ്ങളിൽ നാം തങ്കയെ കാണാൻ എത്താൻ കഴിഞ്ഞില്ല. അതിന്റെ പരിഭവമാണെങ്കിൽ സമസ്ത അപരാധം പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇല്ല തമ്പുരാനെ, ഈ തമ്പുരാനോട് പരിഭവിക്കാൻ ഈ തങ്കയ്ക്കാവില്ല, പിണങ്ങാനും ആവില്ല. പറഞ്ഞല്ലോ, തങ്കയ്ക്ക് ചുറ്റും വേലികളാണ്, വിലക്കുകളാണ്. അതില്ലായിരുന്നുവെങ്കിൽ അങ്ങേ കാണാൻ മധുര നായ്ക്കന്മാരുടെ കോട്ടയിൽ പോലും ഇവൾ കടന്നു വരുമായിരുന്നു. തങ്കയെ ആര് വിലക്കുന്നു? എന്തിനു വിലക്കുന്നു? നമുക്കത് അറിയണം.
ഞാൻ വിലക്കുന്നു. എന്തിനു വിലക്കുന്നു എന്ന് പറഞ്ഞാൽ സഹോദരിമാരില്ലാത്ത മാർത്താണ്ഡന് അത് മനസ്സിലാവില്ല. കൂടപ്പിറപ്പുകളായ പെണ്ണുങ്ങളെ നിയന്ത്രിക്കേണ്ടതും നിലയ്ക്ക് നിർത്തേണ്ടതും അണ്ണന്മാരുടെ കർത്തവ്യമാണ് മാർത്താണ്ഡ. പപ്പു എന്താണ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കന്നിപ്പെണ്ണിന്റെ അറയിൽ ഒരു അന്യപുരുഷൻ കടന്നിരിക്കുന്നത് ഉചിതമാണോ? ഒരണ്ണനും അത് അനുവദിക്കാൻ കഴിയില്ല മാർത്താണ്ഡ. പപ്പു, നാം എങ്ങനെ തങ്കയ്ക്ക് അന്യനായി? തങ്ക കന്നിപ്പെണ്ണാണെന്ന് ഏത് അറിവിന്റെ വെളിച്ചത്തിലാ നീ പുലമ്പുന്നത്? തങ്കക്കിനിയും പള്ളിക്കെട്ട് കഴിഞ്ഞിട്ടില്ല. പള്ളിക്കെട്ട് കഴിയും വരെയും ഏതണ്ണനും സ്വന്തം ഉടപ്പിറന്നോൾ കന്നിപ്പെണ്ണാണ്. പക്ഷെ പപ്പു, തങ്ക മാർത്താണ്ഡന്റേതാണെന്നാണ് നിങ്ങൾ എന്നും പറഞ്ഞു പഠിപ്പിച്ചത്. പറച്ചിലുകൾ പലതുണ്ടാവും, പക്ഷേ കാലമാണ് എല്ലാം തീരുമാനിക്കുന്നത്. പഴയൊരു വാക്കിന്റെ തുമ്പ് പിടിച്ച് മാർത്താണ്ഡൻ ഇനിയും തങ്കയുടെ അറയിൽ കയറി ഇറങ്ങരുത്. മാർത്താണ്ഡന് പോകാം. തങ്കേ, മേലിൽ മാർത്താണ്ഡനെ കാണരുത്. അവനോടുള്ള പഴയ ചിറ്റം കൂടലൊക്കെ മറന്നേക്കുക. ഭാഗീരഥി, അടിയൻ ഇനി എപ്പോഴെങ്കിലും മാർത്താണ്ഡൻ ഈ അറയിലേക്ക് വന്നാൽ ആ നിമിഷം എന്നെയോ രാമനെയോ അമ്മാവനെയോ വിവരം അറിയിക്കണം. അറിയിക്കാൻ തമ്പുരാനെ. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഇനി നീ മാർത്താണ്ഡനെ കാണരുത്. കരയരുത് തമ്പുരാട്ടി. എന്നും പെണ്ണിന്റെ അവസ്ഥ ഇത് തന്നെയാ തമ്പുരാട്ടി. ആശ വച്ചത് നിഷേധിക്കും, ആശിക്കാത്തത് അടിച്ചേൽപ്പിക്കും. ആണുങ്ങളുടെ സ്വാർത്ഥതയാ തമ്പുരാട്ടി അത്. ഞാൻ എന്ത് ചെയ്യും ഭാഗീരഥി? ഒന്നും ചെയ്യാനാവില്ല തമ്പുരാട്ടി. അനുസരിക്കുകയല്ലാതെ പെണ്ണിന് വേറൊരു വഴിയില്ല. ഭാഗീരഥി, അതേ തമ്പുരാട്ടി. അണ്ണന്മാർ കാണിക്കുന്ന പുരുഷന് നേർക്ക് കഴുത്ത് നീട്ടുക, അത് മാത്രമേ സാധ്യമാകൂ. അതല്ലാതെ മരണം പോലും സാധ്യമാകില്ല. എന്റെ ശ്രീ പത്മനാഭ, മാർത്താണ്ഡൻ എവിടെ? അറയിലുണ്ടാവും. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള ശമേലുകാരും ശേവകക്കാരും ഒപ്പമുണ്ട്. എല്ലാം അവരുടെ നിയന്ത്രണമാണ്. മകള് കുട്ടിക്ക് ഇവിടത്തോടെന്തോ സങ്കടം ബോധിപ്പിക്കാനുണ്ടെന്ന് പറഞ്ഞു. തങ്കയോ? തങ്കയ്ക്ക് എന്താണ് സങ്കടം? എന്നോട് പറഞ്ഞില്ല. അച്ഛനെ കാണണം, അനുമതി വാങ്ങണമെന്ന് പറഞ്ഞു.
വിളിക്ക്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും സങ്കടം തീർക്കുന്ന രാജാവ് സ്വന്തം മകളുടെ സങ്കടം തീർത്തില്ലെങ്കിൽ അതിലും വലിയ കുറവെന്താണ്? തങ്ക ഇപ്പൊ തന്നെ വിളിക്കുക. വിളിക്കാം. തങ്കയെ വിളിക്കൂ. അടിയൻ. തമ്പുരാന് സംസാരിക്കാനുണ്ട്. ഉവ്വ്. മാർത്താണ്ഡൻ തങ്കയെ കാണാൻ പോയില്ലേ? പോയിരുന്നു. എന്നിട്ട് മോളാകെ വല്ലാതിരിക്കുന്നല്ലോ. എന്തു പറ്റി? മനസ്സിൻ്റെ ആഴങ്ങളിലെ ത്വരകളും പ്രത്യാശകളുമാണ് സ്വപ്നങ്ങളായും അബോധമായ പ്രേരണകളായും ബഹിർഗമിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കുക. പ്രാപഞ്ചിക സൗഖ്യം താനേ വരും.